താനെത്തിയോ? ഞാനേ ആ ക്യാമറേൻ്റെ ആൾക്കാർക്ക് ഒരു കമ്പനി കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഫോട്ടോസ് എപ്പോൾ കിട്ടും? ഫോട്ടോസ് അവർ നാളെ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അച്ഛനൊട്ട് ഹാപ്പി അല്ല തോന്നുന്നു. ആരുടെ? എൻ്റെ അച്ഛൻ തന്നെ. പുള്ളി എന്ത് മുമ്പത്തെ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് പെരുമാറുന്ന പോലെ. എൻ്റെ പൊന്ന് അനീഷേട്ടാ, അച്ഛനാണ് ഏറ്റവും ഹാപ്പി. എന്നെ ഒരു ഗവൺമെൻറ് ജോലിക്കാരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക എന്നുള്ളതായിരുന്നു അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് നടന്നില്ലേ? അച്ഛൻ ഹാപ്പിയാണ്. ചേട്ടൻ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. എന്നാലിപ്പോൾ എനിക്ക് തോന്നിയതോ നീ എന്തെങ്ങനെ തന്നെ നോക്കുന്നത്? എന്നാലും എന്നോടുള്ള ഒറ്റ ഇഷ്ടം കൊണ്ട് അനീഷേട്ടൻ ഒറ്റ ഇരിപ്പിനിരുന്ന് പഠിച്ച് പാസ്സായി ഗവൺമെൻറ് ജോലി മേടിച്ചില്ലേ? നിങ്ങൾ പൊളിയാണ്. താങ്ക് യു. എന്നാലും എന്താവും നിൻ്റെ അച്ഛൻ ഈ ഗവൺമെൻറ് ജോലിക്കാരെ കൊണ്ട് മാത്രമേ നിന്നെ കെട്ടിക്കൂ എന്ന് പറഞ്ഞു? അത് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു. അനീഷേട്ടൻ ജോലിയിൽ ഇരിക്കെ മരിച്ചുപോയി കഴിഞ്ഞാൽ ആ ജോലി എനിക്ക് കിട്ടുമെന്ന്. അനീഷേട്ടൻ പെട്ടെന്ന് മരിക്കോ? അനീഷേട്ടൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ? അല്ല, നമുക്ക് ആദ്യ രാത്രി തുടങ്ങിയാലോ? അയ്യോ, എൻ്റെ ആദ്യ രാത്രി. എടാ മരപ്പാഴേ, സമയം 12 മണിയായി. എണീക്കണമെന്ന് വല്ല വിചാരമുണ്ടോ നിനക്ക്? അച്ഛന് വയ്യേ മനുഷ്യന് മൂഡ് കളയാനായിട്ട്. നല്ലൊരു സ്വപ്നമായിരുന്നു. തുടങ്ങി വന്നേ ഉള്ളൂ. അവൻ്റെ ഒരു സ്വപ്നം. വയസ്സ് 19 ആയില്ലടാ. വല്ല പണിക്കും പോകണ്ടല്ലോ നിനക്ക്. ഞാനേ PSC എഴുതുന്നില്ലേ, എൻ്റെ പേര് ലിസ്റ്റിൽ വന്നില്ലേ? അതുകൊണ്ട് ആർക്ക് എന്തു ഗുണം? മത്തം കൊത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അവക്കാടുണ്ടായ ചരിത്രം അന്നുമില്ല ഇന്നുമില്ല. അച്ഛനൊരു പൊട്ടൻ. സോ ബേസിക്കലി ഞാനൊരു പൊട്ടനായി. ഇതിനുള്ള മറുപടി ഞാൻ വന്നിട്ട് തരാട്ടോ. ഓ പോകൂ, പോയി മകന് വേണ്ടി പണിയെടുക്കൂ. ഇവിടെ ഫോണേ. അയ്യോ അയ്യോ, എന്തു പറ്റാ? അപ്പോയിൻമെന്റ് ഓർഡറാ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നൈറ്റ് ഷിഫ്റ്റ് ആയിരിക്കും അല്ലേ? എന്നാലും രാവിലെ ഒരു പണി, രാത്രി വേറൊരു പണി. അച്ഛനൊരു സംഭവം തന്നെ. അടാ, ഇനി രാത്രിയും കൂടെ ഞാൻ പണിക്ക് പോടാ. എടാ, അത് എനിക്ക് വന്നല്ലടാ. പിന്നെ താർക്കൊന്ന നിനക്ക് വന്നത്. നിനക്ക് രാവിലെ എണീറ്റ് പണിക്ക് കൊണ്ടുവരല്ലോ. സന്തോഷായില്ലേ? സന്തോഷായി. നിനക്ക് സന്തോഷായില്ലേ?
എന്തേ? വൈകിട്ട് എന്താ പരിപാടി? വൈകുന്നേരം കുറെ എഴുതാനുണ്ടടാ. ഓ, നീ പുറത്തേക്ക് എങ്ങാനും ഇറങ്ങുന്നുണ്ടോ? നല്ല പണിയുണ്ട്. ഫുള്ള് ബിസിയാ. ഒരു ചാൻസും ഇല്ല. നേരിട്ടിട്ട് കാണുകയാണെങ്കിലേ ഒരു കാര്യം പറയണ്ടായിരുന്നു. നോക്കട്ടെ, ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല. ഓ ശരി, നിൻ്റെ വർക്ക് ഇറക്കട്ടെ എന്നാ. പറ്റിയ നീ ഇറങ്ങ്, ഞാൻ അമ്പലത്തിൻ്റെ അവിടെ കാണും. ഓക്കെ അപ്പം ശരി. അവിടെ വാടി. നേരത്തെ എത്തിയാ? ദാ, ഏയ് വേണ്ട. നല്ല സന്തോഷത്തിലാണല്ലോ. എന്താ കാണണമെന്ന് പറഞ്ഞത്? ഗസ് ചെയ്യാമോ? സമയമില്ല. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ വേഗം പറ. ആ, ഒന്ന് പൊരുത്തപ്പെടൂ. ഓക്കെ, പറ. നീ അല്ലേ പറഞ്ഞ് ഒരു ജോലിയായിട്ട് നിന്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ? ഓ, ഞാനങ്ങനെ പറഞ്ഞു? തേ കളിക്കല്ലേ. ആ, ഞാനങ്ങനെ പറഞ്ഞു. അതിനിപ്പോ എന്താ? എന്നാ നീ കേട്ടോ, എനിക്ക് ജോലി കിട്ടി. ഉം. നിന്റെ അച്ഛൻ എന്താടി പറഞ്ഞ്? ഗവൺമെൻറ് ജോലിക്കാർക്ക് മാത്രമേ നിന്നെ കെട്ടിച്ചു കൊടുക്കുകയുള്ളൂ എന്നല്ലേ? എന്നാൽ ചെന്ന് പറയടി അങ്ങേരോട് എനിക്ക് ഗവൺമെൻറ് ജോലി കിട്ടിയെന്ന്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ. ലിസ്റ്റിൽ വന്നപ്പോൾ പറയണമെന്ന് വിചാരിച്ചാൽ ഞാൻ, പിന്നെ കരുതി ജോലി കിട്ടിയിട്ട് പറയാമെന്ന്. ബാ നടക്ക്. അപ്പം ഇനി എങ്ങനെയാ കാര്യങ്ങളൊക്കെ? അനീഷിനെ എനിക്ക് ഇഷ്ടമാണ്. അത് അനീഷ് വന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ ജോലി ആവട്ടെ നോക്കാന്നൊക്കെ ഞാൻ പറഞ്ഞത്. അതിനിപ്പോൾ ജോലിയായില്ലേ? അനീഷെ, ഞാൻ നമ്മുടെ കാര്യം വീട്ടിൽ പറഞ്ഞായിരുന്നു. അച്ഛൻ സമ്മതിച്ചില്ല. അല്ല, നിന്റെ അച്ഛൻ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ഗവൺമെൻറ് ജോലി ആയില്ലേ? ജോലിയല്ല പ്രശ്നം. പിന്നെ ജോലി അല്ലെങ്കിൽ പിന്നെന്താ നിന്റെ അച്ഛൻ്റെ പ്രശ്നം? നിനക്കെന്താ ഇതിന് മാത്രം മറുപടി ഇല്ലേ? ജാതിയാണ്. ഞാൻ പോട്ടെ.